ഡിയർ സ്റ്റുഡൻസ്, +2 മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഏതാണ്ട് 3/4 ഭാഗവും പോർഷൻസ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റത്തെ കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി ചെയ്യാനുള്ളതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ഇത്രയും പ്രോബ്ലംസ് നമ്മൾ കുറെ എണ്ണം ചെയ്തത്. എന്നിരുന്നാൽ തന്നെയും അതോടൊപ്പം തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കുറച്ചും കൂടി അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലംസും കൂടെ നമുക്കിനി ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ക്ലാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സിംപ്ലിഫൈ. എഴുതിയിട്ടുണ്ട്, നോക്കുക. സിംപ്ലിഫൈ tan inverse root of 1 plus x square minus 1. മൈനസ് 1 എന്ന് പറയുന്ന റൂട്ട് ഇല്ല കേട്ടോ, റൂട്ടിന്റെ പുറത്താണ് -1 all by x not equal to 0. ഈ തന്നിരിക്കുന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാക്കി എഴുതണം. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ ഇതിന്റെ അകത്ത് എക്സിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എക്സിന് നമുക്ക് എന്താണ് കൊടുക്കുക? സൈൻ, കോസ്, ടാൻ, സീക്ക്, കോസീക്ക്. അപ്പൊ 1 plus x square എന്ന് പറയുന്ന രീതിയിൽ വരുന്ന അത് വെച്ച് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക? 1 plus tan square, 1 plus cot square. അത് മാത്രമേ 1 plus വരുന്നുള്ളൂ അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ള 3 ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഉണ്ട്. sin square x plus cos square x equal to 1. അതിൽ നിന്ന് sin square x ആണെങ്കിൽ നമുക്ക് 1 minus cos square എന്ന് എഴുതും. അപ്പൊ അതുപോലെ ആ ഇക്വേഷൻ കംപ്ലീറ്റ് പറഞ്ഞാൽ 1 മൈനസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതേവരെ ചെയ്തിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്ത പ്രോബ്ലംസ്. ഇവിടെയാണെങ്കിലോ 1 പ്ലസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 plus tan square x equal to sec square x, അതുപോലെ 1 plus cot square x equal to cosec square x അല്ലെ. അപ്പൊ ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത്. പുട്ട് x equal to നമ്മൾ കൊടുക്കുന്നത് tan തീറ്റ എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് തീറ്റ ഈക്വൽ ടു എന്ത് വരും? ഈ ടാൻ പുറത്തേക്ക് വന്ന tan ഇൻവേഴ്സ് x. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോ tan ഇൻവേഴ്സ് ഓഫ് root of 1 plus tan square theta minus 1 all by tan theta എന്ന് കിട്ടും. Equal to tan inverse of root of 1 plus tan square theta equal to root sec square theta minus 1 by tan theta. Tan inverse of root of c square എന്ന് പറയുമ്പോ sec theta minus 1 by tan theta. ഇനി sec theta നമുക്ക് എങ്ങനെ എഴുതാം? cos theta എന്ന് എഴുതാം. tan inverse of 1 by cos theta minus 1 all by tan theta equal to tan inverse of ഈ 1 താഴത്തൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ cos theta ഇങ്ങോട്ട് പോകും. 1 minus cos theta by cos theta all by sin theta നമുക്ക് എങ്ങനെ എഴുതാം? tan theta നമുക്ക് എങ്ങനെ എഴുതാം? sin theta by cos theta. ഇതിൽ ഈ ബൈ cos theta രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താ വരിക? tan inverse of 1 minus cos theta by sin theta. ഇനി എന്താണ് 1 minus cos theta എന്ന് പറയുന്നത്? 1 minus cos theta കണ്ടിട്ടുണ്ട്, 1 plus cos theta നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ 1 minus cos theta എന്ന് പറയുന്നത് 2 sin square theta by 2 ആണ്. Equal to tan inverse of 2 sin square theta by 2. ഈ sin theta എങ്ങനെ theta by 2 ന്റെ ടേമിൽ എഴുതാം? sin 2x equal to 2 sin x cos x. അതുപോലെ sin x എന്ന് മാത്രം വന്നാൽ, sin 2x ന് പകരം sin x മാത്രം വന്നാൽ ഞാൻ എന്താ ഇൻഡിക്കേഷൻ വരിക? 2 sin x by 2 cos x by 2. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ sin theta എങ്ങനെ എഴുതാം? 2 sin theta by 2 cos theta by 2. ഇതിൽ ഈ 2 രണ്ടും ക്യാൻസൽ ആയിപ്പോയി. സൈൻ സ്ക്വയറിന്റെ ഓരോന്ന് ഇതും വെട്ടിപ്പോയി. ബാക്കി ഏതാ വരുന്നത്? tan ഇൻവേഴ്സ് ഓഫ് sin theta by 2 by cos theta by 2 അല്ലെ. ബാക്കി വരുന്നത് tan theta by 2. ഇനി tan ഇൻവേഴ്സും ടാനും കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? theta by 2. നമ്മൾ അസ്യൂം ചെയ്ത ഭാഗത്ത് എഴുതിയിട്ടുണ്ട് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ തീറ്റക്കാരൻ എന്ത് കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് എക്സ് ഓൾ ബൈ 2.
ഓക്കെ. പുട്ട് എക്സ് ഈക്വൽ ടു, ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്. എക്സ് ഈക്വൽ ടു കൊടുക്കുന്നു ടാൻ തീറ്റ. അപ്പൊ ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഓൾ ബൈ ടാൻ തീറ്റ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ. അപ്പൊ റൂട്ട് സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഓൾ ബൈ ടാൻ തീറ്റ. റൂട്ട് സീക് സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ടും സ്ക്വയറും കൂടെ പോയി ബാക്കി സീക് തീറ്റ മാത്രം വരും. സീക് തീറ്റ മൈനസ് 1 ഓൾ ബൈ ടാൻ തീറ്റ. ഇനി സീക് തീറ്റ നമുക്ക് എന്ത് എഴുതാം? 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. 1 ബൈ കോസ് തീറ്റ മൈനസ് 1 ഓൾ ബൈ ടാൻ തീറ്റ. അപ്പൊ 1 ബൈ കോസ് തീറ്റ ഇവിടെ 1ന്റെ ഡിനോമിനേറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കോസ് ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ 1 മൈനസ് കോസ് തീറ്റ ഓൾ ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ എന്ത് എഴുതാം? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ ബൈ കോസ് തീറ്റകൾ രണ്ടും ക്യാൻസൽ ആയി പോയി ബാക്കി എന്താ എക്സിസ്റ്റ് ചെയ്യുക? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഓക്കെ. ഇനി 1 മൈനസ് കോസ് തീറ്റ ഇസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആൻഡ് സൈൻ തീറ്റ ഇസ് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. അതുപോലെ എഴുതിയിട്ട് അപ്പൊ 2 2 ക്യാൻസൽ ആയപ്പോൾ ഇവിടെ സൈൻ സ്ക്വയറിലെ ഒരു സൈനും താത്ത ഒരു സൈനും കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി മുകളിൽ ഒരു സൈൻ തീറ്റ ബൈ 2 ഉണ്ട്. ഡിനോമിനേറ്ററിൽ കോസ് തീറ്റ ബൈ 2 ഉണ്ട്. സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ഈക്വൽ ടു ടാൻ തീറ്റ ബൈ 2 കിട്ടും. ടാൻ ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ? തീറ്റ ബൈ 2 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും റൂട്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണിത് ചെയ്യാന്നുള്ളത്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഈസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് എക്സ് ഈസ് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. 2 ക്യാൻസൽ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് root of sin square theta by 2 by cos square theta by 2 is tan square theta by 2 equal to tan inverse of square and root കൂടെ cancel ആയി കഴിഞ്ഞാൽ ബാക്കി tan theta by 2. ഇവിടെ തീറ്റയിലാണ്, ഇവിടെ നമുക്ക് എക്സിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ തീറ്റയിലല്ല എക്സിലാണ് വരിക. sin square x by 2 cos square x by 2 tan square x by 2. അപ്പൊ ഉത്തരം എന്താ വരിക? തീറ്റയ്ക്ക് പകരം x. tan inverse of tan x by 2 equal to answer x by 2. ഇതാണ് ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇങ്ങനെയാണ്. tan inverse of x by root of a square minus x square. Okay, x by root of a square minus x square. ഇതോടൊപ്പം ഒരു കണ്ടീഷൻ എങ്ങനെയാണ്? മോഡ് എക്സ് ലെസ് ദാൻ എ. അപ്പൊ ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്, മനസ്സിലാവില്ല. ഇതിന്റെ ഉള്ളിൽ നമുക്ക് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്, അല്ലാണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ല. അങ്ങനെ തരുന്നിടത്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ എക്സിന് ജസ്റ്റ് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ മാത്രം കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇവിടുത്തെ എ ഉള്ളത് കൊണ്ട് ഇവിടെ 1 ആയിരുന്നു ഡയറക്റ്റ് സൈൻ തീറ്റാന്നോ അല്ലെങ്കിൽ കോസ് തീറ്റാന്നോ കൊടുക്കാമായിരുന്നു. ഇവിടെ എ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മളിവിടെ എ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അപ്പൊ ഈ ഫംഗ്ഷൻ എങ്ങനെ മാറും? ഇതിൽ നിന്ന് നമുക്ക് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എ വരും. ആൻഡ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ എന്നാണ് വരിക. അപ്പൊ ഇതിൽ കൊടുക്കുമ്പോ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ അല്ലെ. അപ്പൊ എക്സിന് എന്ത് കൊടുക്കും? എ സൈൻ തീറ്റ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോ എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ തീറ്റ ബൈ റൂട്ട് ഓഫ് ഈ രണ്ട് ടൈമിൽ നമുക്ക് എ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. എ സ്ക്വയർ ഇൻറ്റു ബാക്കി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഈ റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് എ സ്ക്വയർ പുറത്ത് വരുമ്പോൾ അത് എ ആയി മാറും. ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ തീറ്റ ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എ മെയിൻ ക്യാൻസൽ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ്
സൈൻ തീറ്റ ബൈ റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ. റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ എന്താ വരിക? തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇവാലുവേറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. അപ്പൊ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ അത് നമ്മള് ഏറ്റവും ഉള്ളിൽ നിന്നാണ് തുടങ്ങുക. 2 സൈൻ ഇൻവേഴ്സ് 1/2 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 എന്താ വരിക? സൈന് 1/2 എന്ന് പറയുന്ന വാല്യൂ തരുന്ന ആംഗിൾ ഏതാ? 1/2 എന്ന് ഉത്തരം തരുന്ന ആംഗിൾ ഏതാ വരിക? സൈൻ 30 ആണ് 1/2 അല്ലെ? ദാറ്റ് ഈസ് 5/6. അപ്പൊ ഇവിടെ സൈൻ ഇൻവേഴ്സ് 1/2 എന്തായി മാറി? 5/6. ക്യാൻസൽ ചെയ്താ 5/3. അപ്പൊ ഇതെങ്ങനെ മാറി? ടാൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് 5/3. ഓക്കെ, അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു എന്താണ് കോസ് 5/3 എന്ന് പറയുന്നത്? 1/2. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? ടാൻ ഇൻവേഴ്സ് 1. ടാനിന്റെ ഏത് വിലക്കാണ് നമുക്ക് 1 ഉത്തരം കിട്ടുക? ടാൻ 5/4 അല്ലേ 1 വരുന്നത്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് 5/4. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ തന്നെ ഇവാലുവേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവാലുവേറ്റ് ടാൻ 1/2 സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square plus cos inverse 1 minus y square by 1 plus y square. ഇതിനെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെയുള്ള കണ്ടീഷൻ ഇങ്ങനെയാണ്. മോഡ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. y എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതോടൊപ്പം എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യത്തിന്റെ ഒപ്പം തന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ പാർട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തതില് ഒരു ഫംഗ്ഷൻ പുറത്തുണ്ട്, ഉള്ളിലുണ്ട്. അപ്പൊ ഇവിടെ ഒരെണ്ണം ഇതിവിടം വരെ വരുന്ന ടൈപ്പിലാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ രണ്ടെണ്ണത്തിന്റെ അല്ലെങ്കിൽ 2 വേരിയബിൾസിന്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ സമ്മായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിനെ എങ്ങനെയാ മാറ്റാം എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് 2 വേരിയബിൾ ഉണ്ട് അല്ലെ, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ എക്സിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, വൈക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ശ്രദ്ധിക്കുക, നേരത്തെ ചെയ്ത പ്രോബ്ലംസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ 2 വേരിയബിൾസ് വന്നിട്ടുണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, വൈക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ നോക്കുക, ഇവിടെ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. അപ്പൊ ഇവിടെ എക്സിന് സൈൻ ഇൻവേഴ്സ് ആണ് പുറത്ത്. അപ്പൊ ഉള്ളിൽ സൈൻ വന്നാൽ തന്നെയാണ് നമുക്ക് ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സൈനിന്റെ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചാല് ടാനിലുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. സൈൻ 2x ടാനിലുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? 2 tan x by 1 plus tan square x അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ കോസ് ഇൻവേഴ്സ് ആണ്. അപ്പൊ ഉള്ളിലും കോസിന്റെ ടേമിൽ വന്നാൽ മാത്രമേ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കോസിന്റെ ഇതേ രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഏതാ? 1 minus tan square x by 1 plus tan square x. എന്താണത്? cos 2x. അപ്പൊ ആ രീതിയിൽ എക്സിനും വൈക്കും നമ്മൾ കൊടുക്കേണ്ടത് ടാൻ എന്ന് പറയണതിന്റെ അല്ലെങ്കിൽ ടാനിന്റെ ഫംഗ്ഷൻസ് ആയി അത് നമുക്ക് അതിനെ മാറ്റണം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. പുട്ട് x equal to tan θ1 എന്ന് കൊടുക്കണം. ഇവിടെ 2 എണ്ണം ഉള്ളത് കൊണ്ട് 2നും ടാൻ തന്നെ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ θ1 θ2 എന്നും കൊടുക്കുന്നു. അതുപോലെ y equal to tan θ2 എന്ന് കൊടുക്കണം. അപ്പൊ ഇതെങ്ങനെ മാറുന്നുള്ളത് ശ്രദ്ധിക്കുക. tan 1/2
ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് ഓഫ് 2 tan theta 1 by 1 plus tan square theta 1 plus cos inverse of 1 minus tan square theta 2 by 1 plus tan square theta 2. ഓക്കെ, ഇങ്ങനെ വരും. ഈക്വൽ ടു tan 1 by 2 into sin inverse of sin 2 theta 1 എന്ന് വരും. ഇത് 2 tan theta 1 by 1 plus tan square theta 1 is 2 tan x by 1 plus tan square x sin 2x ആണ്. അപ്പൊ അതുപോലെ 2 tan theta 1 by 1 plus tan square theta 1 എന്തായി മാറും? sin 2 theta 1 plus cos inverse of cos 2 theta 2 എന്നായി മാറി. Equal to tan 1 by 2 into sin inverse സൈനും കൂടെ ക്യാൻസൽ ആയി പോയി ബാക്കി 2 theta 1 plus 2 theta 2. ഈ രണ്ടടുത്ത് 2നെ പുറത്തേക്ക് ഇടാം. അപ്പൊ എന്ത് വരും? tan 1 by 2 into 2 into theta 1 plus theta 2. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ബാക്കി tan theta 1 plus theta 2 എന്നായി മാറി. ഓക്കെ, ഇനി theta 1 എന്താണ്, theta 2 എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. tan of a plus b എന്താ വരിക? tan a plus tan b by 1 minus tan a into tan b. അപ്പൊ അതുപോലെ tan of theta 1 plus theta 2 equal to tan theta 1 plus tan theta 2 by 1 minus tan theta 1 into tan theta 2. ഓക്കെ, ഇനി tan theta 1 എന്താണ്? tan theta 1 equal to x ആണ്, tan theta 2 equal to y ആണ്. അത് അവിടെ കൊടുക്കുക. അപ്പൊ tan theta 1 പകരം x plus tan theta 2 പകരം y by 1 minus xy. ഇതാണ് ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോർമുല. ഓക്കെ, ഒന്നുകൂടി പറയാൻ നന്നായി ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് സൈൻ ഇൻവേഴ്സ് ആണ്, ഇവിടെ നമുക്ക് 2x by 1 plus x square ആണ്. അപ്പൊ തന്നെ മനസ്സിലാക്കണം ഇത് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടുള്ള ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് കൊണ്ട് എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇവിടെ നമുക്ക് വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ എക്സിന് ഞാൻ tan theta 1 എന്നും വൈക്ക് tan theta 2 എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്തുകൊണ്ടാണ് tan കൊടുത്തതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള 2 tan theta by 1 plus tan square theta 1 minus tan square theta by 1 plus tan square theta ആലോചിക്കുക. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള റിസൾട്ട് ആണത്. അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 2 tan theta 1 by 1 plus tan square theta 1 എന്നാവും. അടുത്ത സ്റ്റെപ്പിൽ അത് sin 2 theta 1 ആണ്. sin 2x equal to 2 tan x by 1 plus tan square x ആണ്. അതുപോലെ cos 2x equal to 1 minus tan square x by 1 plus tan square x ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് എത്തിക്കുന്നത്. ഇനി സൈൻ ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി 2 theta 1 ആയി മാറി. കോസ് ഇൻവേഴ്സും കോസും കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി 2 theta 2 ആയി മാറി. 2 കോമൺ പുറത്തേക്ക് എടുത്ത് ഇവിടുത്തെ 1 by 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി tan theta 1 plus tan of theta 1 plus theta 2 tan of a plus b അല്ലെങ്കിൽ tan of x plus y നമ്മൾ പഠിച്ചിട്ടുണ്ട്. tan x plus tan y by 1 minus tan x tan y. ആ റിസൾട്ട് അപ്ലൈ ചെയ്തപ്പോ tan of theta 1 plus theta 2 equal to tan theta 1 plus tan theta 2 by 1 minus tan theta 1 into tan theta 2. ഓക്കെ, ഇനി tan theta 1 എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് tan theta 1 എന്ന് പേര് കൊടുത്തേക്കുന്നത്? എക്സിനെയാണ് tan theta 1 എന്ന് പേര് കൊടുത്തേക്കുന്നത്. അപ്പൊ tan theta 1 പകരം x കൊടുക്കുക, വൈക്ക് പകരം tan theta 2 കൊടുത്തിട്ടുണ്ട്. അതോടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈക്വൽ ടു x plus y by 1 minus xy എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇഫ് സൈൻ ഇൻവേഴ്സ് 1 by 5 plus cos inverse x equal to 1, then find value of x. xന്റെ വാല്യൂ കണ്ടുപിടിക്കണം. തമ്മിലുള്ള കണ്ടീഷൻ ഇങ്ങനെയാണ്. സൈൻ ഇൻവേഴ്സ് 1 by 5 plus cos inverse x equal to 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ സൈനിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? സൈൻ ഇൻവേഴ്സ് 1 by 5 plus cos inverse x equal to sin inverse 1. sin inverse 1 എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? സൈനിന്റെ ഏത് വിലക്കാണ് നമുക്ക് 1 എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ ഏതാണ്? pi by 2. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 by 5 പ്ലസ് കോസ് ഇൻവേഴ്സ് x ഈക്വൽ ടു pi by 2.
നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ആംഗിൾ ആണോ പ്ലസ് കോസ് ഇൻവേഴ്സും കണ്ട് അതേ ആംഗിൾ തന്നെ വരുമ്പോഴാണ് ഈക്വൽ ടു π/2 വരുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. അതായത് സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞിട്ട് ഏത് ആംഗിൾ ആണോ വരുന്നത് അത് തന്നെ ഇവിടെ വരുമ്പോഴാണ് ഉത്തരത്തിൽ നമുക്ക് π/2 കിട്ടുക. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാം? സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/5 ഈക്വൽ ടു π/2 implies x equal to 1/5. എക്സിന്റെ വാല്യൂ എന്താണ് വരുന്നത്? 1/5. ഓക്കെ, ഒന്നുകൂടി പറയാൻ നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്ത കാര്യം ഇത്രയാണ്. ഇവിടുത്തെ സൈൻ ഇൻവേഴ്സ്, ഈ സൈനിന് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി. അപ്പൊ അത് സൈൻ ഇൻവേഴ്സ് ആയി. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് π/2 ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻവേഴ്സിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. π/2ന്റെ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/2, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/2, അതുപോലെ തന്നെ കോസീക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് സൈൻ ഇൻവേഴ്സ് കണ്ട് എന്താണോ ആംഗിൾ അത് തന്നെ ഇവിടെ വന്നാലാണ് ഈക്വൽ ടു π/2 വരുള്ളൂ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ വരിക? 1/5. ഇനി അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസിലെ പോലെ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ചെയ്ത് ബാക്കി 2π/3 എന്ന് എഴുതാൻ പറ്റുമോ? സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമ്മൾ കണ്ടാണ്. എവിടെ തൊട്ട് എവിടെ വരെയാണ്? -π/2 തൊട്ട് +π/2 വരെയാണ്. 2π/3 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ? 120 ആണ് വരുന്നത്. 2 × π/3 120 ആണ് വരുന്നത്. 120 എന്ന് പറയുന്നത് +π/2 കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് 2π/3 എന്ന ഉത്തരം നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതിനെ ഈ ആംഗിളിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് π- എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റുക. 120 നമുക്ക് π- എങ്ങനെ എഴുതാൻ പറ്റുക? 2 × π/3 is 120. അപ്പൊ 120 നമുക്ക് π- that is 180 മൈനസ് എത്രയാ വരിക? 180 - 60. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് 180 മൈനസ് വെച്ചാല് π- π/3. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതേണ്ടി വന്നെന്നുള്ള ഒന്നുകൂടി പറയാം. നമുക്കിവിടെ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ചെയ്ത് 2π/3 എന്ന് എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റാത്തത് എന്നുള്ളതാണ് ടീച്ചർ ഇപ്പൊ പറയുന്നത്. നന്നായി ശ്രദ്ധിക്കാം. സൈൻ ഇൻവേഴ്സ് ആണ് ഇവിടുത്തെ പുറത്തുള്ള ഫംഗ്ഷൻ അല്ലെ. സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് -π/2 മുതൽ +π/2 വരെയാണ്. 2π/3 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 120 ആണ്. 120 എന്ന് പറഞ്ഞത് +π/2 കഴിഞ്ഞിട്ട് വരുന്ന ഒരു വാല്യൂ ആണ്. ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ -π/2 ടു +π/2 ആണ്. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 120 ആണ്. 120 എന്ന് പറയുന്നത് π/2 കഴിഞ്ഞിട്ട് വരണം. ദാറ്റ് ഈസ് അത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഉൾപ്പെടുന്ന ഒരു നമ്പർ അല്ല, അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ വാല്യൂ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ 2π/3 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടി നമ്മൾ 2π/3 120 ആണ്. 120 നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം? ഒന്നുകിൽ 90+ എന്ന് എഴുതാം, അല്ലെങ്കിൽ π- എന്ന് എഴുതാം. π-90+ എഴുതി കഴിഞ്ഞാൽ ഈ സൈൻ മാറിയിട്ട് എന്താ വേണ്ടി വരും? നമുക്ക് കോസ് എന്ന് എഴുതേണ്ടി വരും. അപ്പൊ അതിനേക്കാളും ഏറ്റവും നല്ലത് എങ്ങനെയാണ്? π- എന്ന് എഴുതുന്നതാണ്. അപ്പൊ 120നെ π- π/3 എന്ന് എഴുതാം. അപ്പൊ π- π/3 എന്ന് പറയുമ്പോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ആയതുകൊണ്ട് π വരുമ്പോ സൈൻ മാറി കോസ് ആവില്ല. സൈൻ π/3. ഇനി ഇങ്ങനെ എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ π- എന്ന് പറയുമ്പോ എങ്ങോട്ടാ പോവാ? ഇവിടെ π- എന്ന് പറയുമ്പോ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഈ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ π/3 ആണെന്ന് വരാ. ഈക്വൽ ടു ആൻസർ π/3. അപ്പൊ ഇനി ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് എഴുതാൻ പറ്റും? നമുക്ക് π/3 അതായത് 60 എന്ന് പറയുന്നത് -π/2നും +π/2നും ഇടയിലുള്ള വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻ ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് tan 3π/4. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? tan ഇൻവേഴ്സ് ഓഫ് tan ഓഫ് 3π/4 എങ്ങനെ എഴുതാം? ഇപ്പൊ പറഞ്ഞതുപോലെ π- π/4 എന്ന് എഴുതാം. ഇവിടെ
ഇപ്പൊ പറഞ്ഞ പോലെ പൈ ഇവിടെ പൈ മൈനസ് പറയുമ്പോൾ പോണത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഉത്തരം വരാ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് പൈ ബൈ 4 ഈക്വൽ ടു മൈനസ് പൈ ബൈ 4. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 3/2 എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിന്റെ ഫൈനൽ ആൻസറിക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ളതൊന്ന് നന്നായി ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ 84/85 മറ്റോ വരുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അപ്പൊ ഇവിടുത്തെ ഈ ടാൻ എന്ന് പറയുന്നത് ഇപ്പുറത്തായിരുന്നു. അപ്പൊ ഈ ടൈപ്പിൽ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ഈ ടൈപ്പിൽ വരുന്ന എല്ലാ പ്രോബ്ലം ആയ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടൈപ്പിൽ വരുന്ന എല്ലാ പ്രോബ്ലത്തിനും ചെയ്യേണ്ടത് ആദ്യത്തെ എക്സ് എന്നും രണ്ടാമത്തെ വൈ എന്ന് കൊടുക്കുക. അപ്പൊ എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5 എന്നും y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 3/2 എന്നും കൊടുക്കുക. ഇതെങ്ങനെ മാറി? ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ അല്ലെ? ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഓക്കെ, ഇനി സൈൻ ഇൻവേഴ്സ് 3/5 എക്സ് എന്ന് കൊടുത്തതിന് നമുക്ക് എന്തെഴുതാൻ പറ്റും? 3/5 ഈക്വൽ ടു സൈൻ എക്സ്. നമുക്ക് വേണ്ടത് ടാൻ എക്സ് ആണ് ഇവിടെ വേണ്ടത്, അതുപോലെ ടാൻ വൈയും. ഇതിന് കോട്ട് വൈ ഈക്വൽ ടു 3/2. അപ്പൊ ടാൻ വൈ ഈക്വൽ ടു എന്ത് വരും? ടാൻ വൈ ഈക്വൽ ടു 2/3. ഇതിൽ നമുക്ക് സൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി കോസും കൂടെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സൈൻ ബൈ കോസ് വെച്ചുകൊണ്ട് ടാൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സൈൻ കിട്ടിക്കഴിഞ്ഞാൽ കോസ് എങ്ങനെ കിട്ടും? കോസ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 9/25 ഈക്വൽ ടു റൂട്ട് 16/25 വരും. ദാറ്റ് ഈസ് 4/5 വരും. ഓക്കെ, അപ്പൊ ഇതിന് ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് എന്താ വരുന്നത്? സൈൻ എക്സ് ഈക്വൽ ടു 3/5 ബൈ കോസ് എക്സ് കിട്ടിയേക്കണത് 4/5. ആൻസർ 3/4. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ടാൻ എക്സിന് പകരം 3/4 പ്ലസ് ടാൻ വൈക്ക് പകരം 2/3 ബൈ 1 മൈനസ് 3/4 ഇൻറ്റു 2/3 ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 പ്ലസ് 8/12 ഓൾ ബൈ 12 മൈനസ് 6 ഓൾ ബൈ 12 ഈക്വൽ ടു 17/6. രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ഇതാണ് എന്റെ ഫൈനൽ ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് √3. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടാൻ ഇൻവേഴ്സ് ഓഫ് √3 നമുക്കൊന്നും ചെയ്യാനില്ല. ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ അവരെ ടാനിന്റെ ഏത് വിലക്കാണ് നമുക്ക് √3 കിട്ടുക? π/3. അപ്പൊ ഇവിടെ π/3 മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് തീറ്റ എന്താ വരാ? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് തീറ്റ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് √3 ഈക്വൽ ടു ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത ഐഡന്റിറ്റി കൊടുക്കണം. നേരെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് കുറച്ചും കൂടി എളുപ്പം നമുക്ക് നേരെ ഐഡന്റിറ്റി യൂസ് ചെയ്യണതാണ്. അപ്പൊ ഇതെങ്ങനെ വരും? ടാൻ ഇൻവേഴ്സ് √3 ഇവിടെ ഈ മൈനസ് ഉള്ളിൽ കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് √3 മൈനസ് പൈ പ്ലസ് കോട്ട് ഇൻവേഴ്സ് √3. ടാൻ ഇൻവേഴ്സ് √3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് √3. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. അതുപോലെ ടാൻ ഇൻവേഴ്സ് √3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് √3 ഈക്വൽ ടു π/2. π/2 മൈനസ് പൈ എന്നാണ് വരിക ഈക്വൽ ടു പൈ മൈനസ് 2π ഓൾ ബൈ 2 ഈക്വൽ ടു മൈനസ് π/2. ഇതാണ് ആൻസർ വരിക.